ഇടതുപക്ഷ ഗവൺമെന്റ് ഇപ്പോൾ ഭരിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷം പൂർത്തിയാകാൻ പോകുന്നു. യഥാർത്ഥത്തിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എവിടെയെങ്കിലും പള്ളിക്കകത്ത് കേസ് നടക്കുന്നുണ്ടോ? മദ്രസ പൂട്ടിയ കേസ് നടക്കുന്നുണ്ടോ? മുസ്ലിംമാരെ തച്ച കേസ് നടക്കുന്നുണ്ടോ? മുദരിസിനെ പിരിച്ചുവിട്ട കേസ് നടക്കുന്നുണ്ടോ? മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിലുള്ളപ്പോഴെല്ലാം നമ്മുടെ മദ്രസകൾ പൂട്ടിയിട്ടുണ്ട്, പള്ളികൾ പൂട്ടിയിട്ടുണ്ട്, മുസ്ലിംമാരെ പിടിച്ച് അടിച്ചിട്ടുണ്ട്, മുത്തഅല്ലിമീങ്ങളെ പിടിച്ച് ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ആത്മീയതയുടെ നിറകുടങ്ങളെ ആക്രമിക്കുക എന്ന മുനാഫിഖീങ്ങളുടെ ലക്ഷണം മുഴുവൻ, ഖവാരിജീങ്ങളുടെ ലക്ഷണം മുഴുവൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആളുകൾ സ്വീകരിച്ചപ്പോൾ ഈ പ്രസ്ഥാനം വളർന്ന് 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 പന്തലിക്കുക അല്ലാതെ എവിടെയും തളർന്നിട്ടില്ല. ഇനിയും അത് തളരുമെന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ടതില്ല. നിങ്ങളുടെ അരയിലിരിക്കുന്ന കൊലക്കത്തി കൊണ്ട് ഇവരെ മുഴുവനും ഷഹീദാക്കാൻ തീരുമാനിച്ചാൽ അതുകൊണ്ട് നിങ്ങൾക്ക് വളരാം എന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല. RSSകാരും BJPക്കാരും മറ്റു പല ആളുകളും മുസ്ലിം ശത്രുക്കളാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ ഇസ്ലാമിലെ പണ്ഡിതന്മാരുടെയും സൂഫിയാക്കളുടെയും ഔലിയാക്കളുടെയും ശത്രുക്കൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്